ജനുവരി എന്ന പേര് വന്നത് ജാനുവസ് എന്ന ദേവതയുടെ പേരിലാണ്. ഈ ജാനുവസ് എന്ന ദേവതയ്ക്കുടെ ഒരു പ്രത്യേകത, അത് ഗോഡ് ഓഫ് എൻട്രൻസ് ആണ്. നമ്മുടെ ഭാരതത്തിൽ ദ്വാരപാലകൻ എന്ന് പറയുന്നത് കേട്ടില്ലേ? പ്രവേശന ദ്വാരത്തിൽ വാളും പിടിച്ചിട്ട് മഴവും പിടിച്ചൊക്കെ നിൽക്കുന്ന രണ്ട് പ്രതിമകൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ആ ദ്വാരപാലകന് തുല്യമാണ് ഗ്രീക്ക് പുരാണങ്ങളും നമ്മുടെ പുരാണങ്ങളും തമ്മിൽ ഒരുപാട് ബന്ധമുണ്ട് കേട്ടോ. ഗ്രിഗോറിയൻ കലണ്ടറിൽ സംസ്കൃതത്തിലെ പേരുണ്ട്, അറിയാവോ? ആരും ശ്രദ്ധിച്ചോ? അത് ഗ്രിഗോറിയൻ കലണ്ടറിൽ സംസ്കൃത പേരുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എണ്ണം പറയുമ്പോൾ സപ്തം, അഷ്ടം, നവം, ദശം ഇല്ലേ? 7, 8, 9, 10 സപ്തം, അഷ്ടം, നവം, ദശം. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. മനസ്സിലായോ? ഇതെങ്ങനെ വന്നു? ഞാൻ അതിനെപ്പറ്റി ഒരു പഠനം നടത്തി നോക്കി. സെപ്റ്റംബർ 7-ാം മാസമല്ല 9-ാം മാസം. അഷ്ടം 8 പക്ഷെ ഒക്ടോബർ 10-ാം മാസം. നവം 9 പക്ഷെ നവംബർ 11-ാം മാസം. ദശം 10 പക്ഷെ ഡിസംബർ 12-ാം മാസം. ഇതിലൊരു കുഴപ്പമുണ്ടല്ലോ. അപ്പോൾ അത് ശരിയല്ലെന്ന് വിചാരിച്ചു. പിന്നെയും പഠിച്ചപ്പോഴാണ് മനസ്സിലായത് കറക്റ്റാണ്. ഗ്രിഗോറിയൻ കലണ്ടറിൽ സുമേറിയൻ കലണ്ടർ നവീകരിച്ചിട്ടാണ് ഗ്രിഗോറിയൻ കലണ്ടർ ഉണ്ടായത്. ആ കലണ്ടർ പ്രകാരം 10 മാസമേ ഉണ്ടായിരുന്നുള്ളൂ. 10 മാസം. പിന്നീട് ചന്ദ്രൻ ഭൂമിയെ 12 തവണ ചുറ്റുന്നു എന്ന് പറഞ്ഞ് ചാന്ദ്രമാസങ്ങൾ 12 ഉണ്ടാക്കാൻ തീരുമാനിച്ചപ്പോൾ 2 മാസത്തിന് പുതിയ പേര് കൊടുക്കണമല്ലോ. അന്നത്തെ രാജാവ് ജൂലിയസ് സീസർ പറഞ്ഞു, എൻ്റെ പേരിലാവട്ടെ ഒരു മാസവും. ജൂലിയസ് സീസറിന്റെ പേരിലാണ് ജൂലൈ ഉണ്ടായത്. അടുത്ത വേറൊരു മാസോ അടുത്ത രാജാവ് തൻ്റെ മരുമകൻ അഗസ്റ്റസ് സീസറുടെ പേരിലാണ് അടുത്ത മാസത്തിന് പേര് കൊടുത്തത്. അതാ ആഗസ്റ്റ്. അപ്പൊ ജൂലൈയും ആഗസ്റ്റും പിന്നെ നടുക്ക് കയറിയതാ. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ 6-ാം മാസം കഴിഞ്ഞാൽ 7-ാം മാസം സെപ്റ്റംബർ ആയിരുന്നു. 8-ാം മാസം ഒക്ടോബർ, 9-ാം മാസം നവംബർ, 10-ാം മാസം ഡിസംബർ. മനസ്സിലായോ? അപ്പോൾ കണ്ടോ ഗ്രിഗോറിയൻ കലണ്ടറിൽ സംസ്കൃത പേര്. ഞാൻ പറഞ്ഞു വന്നത്, ജാനുവസ് എന്ന ദേവതയുടെ പേരിലാണ് ജനുവരി, പ്രവേശന ദ്വാര ദൈവം. ഞാൻ എന്തിനാ ജനുവരി ഇവിടെ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായില്ല. അതാ ഇനി അടുത്തത് പറയുമ്പോൾ മനസ്സിലാകുക. ജാനുവസ് ദേവതയ്ക്ക് 2 തലകളുണ്ട്. ഒന്ന് മുന്നോട്ടും ഒന്ന് പുറകോട്ടും. ഒരു വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, ഒരു പുതിയ ഭാവി കാലത്തിലേക്ക് പ്രവേശിക്കുകയാണല്ലോ. പ്രവേശിക്കുമ്പോൾ മനുഷ്യൻ ചിന്തിക്കേണ്ട 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ആ 2 തലകൾ. പുറകോട്ടുള്ള തല, മനുഷ്യൻ കടന്നു വന്ന വഴികൾ അറിയണം എന്നതാണ്. നമ്മൾ ഇന്ന് കാണുന്ന വിധത്തിലുള്ള അറിവും സംസ്കാരവുമെല്ലാം രൂപപ്പെട്ടത് ആയിരക്കണക്കിന് കാലഘട്ടത്തിലൂടെ മനുഷ്യരുടെയും പ്രകൃതിയും ദൈവവും തമ്മിലുള്ള ബന്ധത്തിലൂടെ ഉണ്ടാക്കിയ കഥകളും ആ കഥകളിൽ നിന്നും നമ്മൾ പഠിക്കേണ്ടതും അതിൽ നിന്ന് നമ്മൾ പുരോഗതി പ്രാപിക്കേണ്ടതുമായ ഒരുപാട് ഘടകങ്ങളുണ്ട്. ഇന്നലെയാണ് എൻ്റെ നാട്ടിൽ നിന്നൊരു പുലിയെ പിടിച്ചത്. പത്രത്തിൽ, TV-യിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കാക്കങ്ങാട്, എൻ്റെ നാടിൻ്റെ അടുത്താണ്. ആ പുലി, അവിടെ ഈ പുലിപ്പേടി, ഈ പുലി എന്നൊക്കെ പറയുന്നത് മനുഷ്യൻ്റെ വ്യാഘ്രങ്ങളുമായി ബന്ധപ്പെട്ട് മനുഷ്യൻ്റെ ജീവിതത്തിന് വലിയ ബന്ധമുണ്ട്. അറിയുമോ? വ്യാഘ്രം, ഹരി പഞ്ചാനൻ എന്നൊക്കെ പറഞ്ഞാരാ? ഹരി എന്ന് പറഞ്ഞാൽ സിംഹമാണ്, അറിയാവോ? വിഷ്ണു എന്നും അർത്ഥമുണ്ട്, സിംഹം എന്നും അർത്ഥമുണ്ട്. പഞ്ചാനൻ എന്ന് പറഞ്ഞാൽ സിംഹം എന്നർത്ഥമുണ്ട്. ഹരിപഞ്ചാനനൻ. ഹരിവരൻ പുലിശ്രേഷ്ഠനാണ്. ഹരിവരൻ. അതിനെ ആസനമാക്കിയിരിക്കുന്നവനുണ്ട്. ആരാണത്? ഹരിവരനെ ആസനമാക്കിയിരിക്കുന്നവൻ. ഹരിവരാസനം വിശ്വമോഹനം ഹരിദധീശ്വരം ആരാധ്യപാദുകം. അയ്യപ്പൻ. ഹരിവരനെ വാഹനമാക്കിയിരിക്കുന്നവൻ, അതിൻ്റെ പുറത്ത് കയറിയിരിക്കുന്നവൻ അയ്യപ്പനാണ്. ഹരിവരാസനം എന്ന് എല്ലാവരും പാടും. എന്തേ ഈ ഹരിവരാസനം എന്ന് ആരും ചിന്തിക്കാറില്ല. ഹരി വിഷ്ണു എന്ന അർത്ഥത്തിലല്ല. ഇനി വ്യാഘ്രങ്ങൾ, ദുർഗയുടെ വാഹനം എന്താ? വ്യാഘ്രമാണ്, അല്ലേ? ശാർദോദരി കേട്ടിട്ടുണ്ടോ? ശാർദോദരി കേട്ടില്ലേ? പാഹിമാം പാഹിമാം പരിപാഹിമാം ബ്രഹ്മകമലം ശ്രീലകമാകിയ
നാദബ്രഹ്മസുധാമയീ വീണാധരി ശാർദോദരി എന്ന് കേട്ടിട്ടില്ലേ? ശാർദൂലം, വ്യാഘ്രം, കടുവ, പുലി, ഹരി, പഞ്ചാനനൻ എന്നൊക്കെ നമ്മുടെ സംസ്കാരവുമായിട്ട് അഭേദ്യമായി ബന്ധമുള്ള ഒരു മൃഗമാണ്. അതിൻ്റെ കഥകളാണ് നമ്മുടെ ഒരുപാട് ഈ ഉത്തര മലബാറിലുണ്ടായത്. നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രവുമായിട്ട് വ്യാഘ്രത്തിന് ബന്ധം ഒന്നുണ്ടോ? നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? എന്താണ് ഭാരതത്തിൻ്റെ ഔദ്യോഗിക ചിഹ്നം? ഭാരതത്തിൻ്റെ ഔദ്യോഗിക ചിഹ്നം എന്താ? അശോക സ്തംഭമല്ലേ? എല്ലാ ഉറുപ്പ്യക്കടലാസുമേലും പൈസമേലും അശോക സ്തംഭം ഉണ്ടല്ലോ. എന്താണ് അശോക സ്തംഭം? 4 സിംഹങ്ങൾ പരാങ്മുഖമായി നിൽക്കുന്നതാണ് അശോക സ്തംഭം. അതിൻ്റെ അർത്ഥം ഒരു സ്കൂളിൽ ഒരു മാഷും പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. എന്താണ് ഈ അശോക സ്തംഭത്തിൻ്റെ അർത്ഥം? ജനഗണമന അധിനായക ജയഹേ എന്ന് പഠിപ്പിക്കുക എന്നല്ലാണ്ട് ഇതിൻ്റെ അർത്ഥം ഒരാളും പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. കലിംഗ യുദ്ധത്തിന് ശേഷം യുദ്ധത്തിൻ്റെ ഭീകരത കണ്ട് മനസ്സുമടുത്ത അശോകൻ രാജ്യത്താകമാനം സ്ഥാപിച്ചതാണ് അശോക സ്തംഭം. എന്താണ് അശോക സ്തംഭം? നമ്മുടെ ഉള്ളിൽ 2 ഭാവങ്ങളുണ്ട്. ഒരു വ്യാഘ്രഭാവവുമുണ്ട്, സിംഹത്തെ പോലെ കീഴടക്കുന്ന രാജഭാവവുമുണ്ട്. സിംഹങ്ങൾ കാട്ടിലെ രാജാവാരാ? സിംഹമാണ് അല്ലേ? പക്ഷെ ആ വിവരം ഇതുവരെ ഒരു സിംഹം അറിയില്ല. ഒരു സിംഹം ഇപ്പൊ പഞ്ചായത്ത് പ്രസിഡന്റ് ആണെന്ന് അരവിന്ദാക്ഷേട്ടന് അറിയാം, ഞാനാണ് ഈ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന്. എന്നാൽ സിംഹങ്ങൾക്കൊന്നും അറിയില്ല താനാണ് കാട്ടിലെ രാജാവെന്ന്. ഇതാര് നിശ്ചയിച്ച? ഒന്ന്, നമ്മൾ ജന്മനാ മൃഗമാണല്ലോ. നമ്മുടെ ശരീരം മൃഗത്തിൻ്റെ എല്ലാ ജന്തുക്കളെ പോലെ ഒരു ജന്തുവായിട്ടാണ് മനുഷ്യനെയും സൃഷ്ടിച്ചിരിക്കുന്നത് പ്രകൃതി. മനുഷ്യന് പ്രത്യേകമായിട്ടൊന്നുമില്ല. മൃഗങ്ങൾക്കെല്ലാം ഉള്ളതുപോലെ 2 കണ്ണും, മൂക്കിന് 2 ദ്വാരവും, 2 ചെവിയും, ചോരക്ക് നിറം ചുവപ്പും അസ്ഥിക്ക് നിറം വെളുപ്പും, ഓക്സിജൻ ശ്വസിക്കലും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടലുമാണ് നമ്മുടെ ശരീരം. ഈ മൃഗതൃഷ്ണ നമ്മുടെ ഉള്ളിലുണ്ടാകും. പരസ്പരം കടിച്ചു കീറാൻ, ആക്രമിക്കാനുള്ള മൃഗതൃഷ്ണ നമ്മുടെ ഉള്ളിലുണ്ടാകും. എന്നാൽ ആ മൃഗതൃഷ്ണയ്ക്കപ്പുറത്ത് സിംഹങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. കാട്ടിലെ രാജാവായിട്ട് ആനയെ നിശ്ചയിക്കാത്തത് സിംഹങ്ങളുടെ ആ ഔദ്ധത്യഭാവം കൊണ്ടാണ്, അതിൻ്റെ ശബ്ദ ഗാംഭീര്യം കൊണ്ടാണ്, ദിക്കുകൾ കീഴടക്കാൻ വേണ്ടിയിട്ട് പോകുന്ന കാഴ്ചകൾ കൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ഈ ഭാവം സിംഹത്തിൽ നിന്ന് ലഭിച്ചതാണ്. ആ ഗാംഭീര്യ ശബ്ദം, ഗാംഭീര്യ വിഹക വീക്ഷണം, അതിൻ്റെ ആകാര സൗഷ്ഠവം, ഇതെല്ലാം ചേർന്നിട്ടുള്ള നമ്മുടെ ഉള്ളിലുള്ള സിംഹപ്രഭാവം ഉണ്ടല്ലോ. ഈ സിംഹപ്രഭാവം 4 ദിക്കുകളെ കീഴടക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്, അല്ലാതെ പരസ്പരം കടിച്ചു കീറാനുള്ളതല്ല. അതുകൊണ്ട് അശോകൻ പറഞ്ഞു, ഹേ മനുഷ്യ സിംഹങ്ങളെ, നിങ്ങൾ അഭിമുഖമായി യുദ്ധം ചെയ്ത് കടിച്ചു കീറല്ല. 4 ദിക്കുകളിലേക്ക് നിങ്ങൾ പോകൂ. നോർത്തിലേക്ക് പോകൂ, ഈസ്റ്റിലേക്ക് പോകൂ, വെസ്റ്റിലേക്ക് പോകൂ, സൗത്തിലേക്ക് പോകൂ. നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത്, അതിൻ്റെ ആദ്യത്തെ അക്ഷരത്തെ കൂട്ടിവെച്ചതിനെയാണ് ഇംഗ്ലീഷിൽ വാർത്തയ്ക്ക് പറയുന്ന വാക്ക്. നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത് 4 ദിക്കുകളെ ചേർക്കുന്നതാണ് NEWS ന്യൂസ്. പിടികിട്ടിയോ? ആ 4 ദിക്കുകളിലേക്ക് നമ്മുടെ ഉള്ളിലുള്ള സിംഹപ്രഭാവത്തെ തിരിച്ചുവിട്ടതാണ് അശോകസ്തംഭം. അല്ലാതെ അത് പരസ്പരം കടിച്ചു കീറാനുള്ളതല്ല. മനുഷ്യൻ അറിവ് നേടിയത് കൊല്ലാനല്ല. എന്നാൽ ഇപ്പോൾ 2 കൊല്ലത്തിനിടയിൽ 45,000 ആളുകളെയാണ് ആ ഇസ്രായേലിലും ഗാസയിലും 45,000 ആളുകളാണ് കൊല്ലപ്പെട്ടത്. എന്തിനാ നമ്മൾ സംസ്കാരമുള്ളവരായത്? എന്തിനാ നമ്മൾ പഠിക്കുന്നത്? ഈ ഭൂമിയിൽ ഇത്രയും ദൈവങ്ങളും ഉണ്ടായിട്ടും, ഈ ഭൂമിയിൽ ഇത്രയും ആരാധനയും ഭക്തന്മാരുണ്ടായിട്ടും, ഈ ഭൂമിയിൽ ഇത്രയും ക്ഷേത്രങ്ങളും പള്ളികളുണ്ടായിട്ടും, ഈ ഭൂമിയിൽ കൊലയ്ക്കും അക്രമത്തിനും കുറവ് വരാത്തതിന് എവിടെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലേ? ഈ ക്ഷേത്രമുറ്റത്തിരിക്കുമ്പോൾ ഗൗരവതരമായി ഭക്തജനങ്ങൾ പരിശോധിക്കേണ്ടത് ഈ ഭക്തി എന്തിനാണ്? ആക്രമിക്കാനും കീഴടക്കാനുമല്ല. പുലിയെ കീഴടക്കി പുലിയുടെ പുറത്തേറി സഞ്ചരിക്കാനാണ്. ആ പുലി മറ്റൊന്നുമല്ല, നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു വ്യാഘ്രഭാവമുണ്ട്.
2 പട്ടിക്കുട്ടിക്ക് ഒരു മാംസക്കഷ്ണം കിട്ടിയാൽ പകുതി മുറിച്ച് നീ എടുത്തടോ, പകുതി എനിക്കും തന്നേ എന്ന് പറയാനുള്ള വാക്കുകൾ ആ പട്ടിക്കറിയില്ല. ഭാഷ അറിയുന്നത് നമുക്ക് മാത്രമാ. മുറിക്കാനും പങ്കുവെക്കാനും അറിയുന്നത് നമ്മൾക്ക് മാത്രമാ. അതുകൊണ്ട് പട്ടികൾ കടി കൂടിയിട്ട് സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ്, കയ്യൂക്കുള്ള കാര്യക്കാരൻ മാംസക്കഷ്ണം കൊണ്ട് ഓടും. എന്നാ മനുഷ്യന് ഭാഷയുണ്ട്. പകുതിയെന്നും മുറിക്കുക എന്നും പങ്കുവെക്കുക എന്നുള്ള ഭാഷയുണ്ട്. ഭാഷയുണ്ടായത് എന്തിനാണ്? ഭാഷയുണ്ടായത് വെറുക്കാനും തെറി പറയാനും കുറ്റപ്പെടുത്താനും കലാപമുണ്ടാക്കാനുമല്ല. കാട്ടാളന്മാരായിരുന്ന കാലഘട്ടത്തിൽ പുലിയിൽ നിന്ന് മനുഷ്യൻ മാറുന്നത് എപ്പോഴാ? ഭക്ഷണം ഉണ്ടാക്കി ഉണ്ണാൻ തുടങ്ങിയപ്പോൾ, ഭക്ഷണം പങ്കുവെക്കാൻ തുടങ്ങിയപ്പോഴാണ് മനുഷ്യനുണ്ടായത്. അട്ടഹാസത്തിൽ നിന്ന് മെല്ലെ പറയാൻ തുടങ്ങി. പണ്ട് കാട്ടാളന്മാരുടെ ശബ്ദം ഏഹേ ഓഹോ എന്ന അട്ടഹാസമായിരുന്നു. അട്ടഹാസം ഭക്ഷണം ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ നട്ടത് മുളക്കോ, മുളച്ചത് പൂക്കോ, പൂത്തത് കായ്ക്കോ, കായ്ച്ചത് രുചിയുണ്ടാവുമോ എന്നറിയാൻ വേണ്ടി ആദ്യമായി സ്ഥിരവാസം ഉണ്ടായപ്പോഴാണ് മേൽക്കൂരയുണ്ടാക്കിയത്. മഴ കൊള്ളാതെ, വെയിൽ കൊള്ളാതെ, മഴവെള്ളം ഒഴുകി ശരീരത്തിലൂടെ ഒഴുകാതിരിക്കാൻ മണ്ണ് വാരിക്കൂട്ടി തറയുണ്ടാക്കിയത്. ആ തറക്ക് ചുറ്റുവട്ടം പനയോലകൾ കൊണ്ടും ചളിക്കട്ടകൾ കൊണ്ടും ചുമരുണ്ടാക്കിയത്. അതാണ് നമ്മുടെ ഭാരതത്തിലെ ആദ്യത്തെ ദൈവം. അറിയാമോ? വേദങ്ങളിൽ ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ ഇപ്പം ആരും പ്രാർത്ഥിക്കുന്നില്ല. ആ വേദങ്ങളിലെ ദൈവം, ഹേ ശാലേ, ഞങ്ങളുടെ പശുക്കളെ ക്രൂര മൃഗങ്ങളിൽ നിന്ന് രക്ഷിക്കണമേ. ഹേ ശാലേ, ഞങ്ങളുടെ കൃഷിയെ കൊടും വരൾച്ചയിൽ നിന്നും അതിവർഷത്തിൽ നിന്നും രക്ഷിക്കണമേ. ഏതായി ശാല എന്നറിയാവോ? മഴ കൊള്ളാതെ വെയിൽ കൊള്ളാതെ കാത്തുരക്ഷിക്കുന്ന പൊന്നു തമ്പുരാൻ. അതാണ് ഈ ശാല. അവിടെ താമസമാക്കിയപ്പോഴാണ് അട്ടഹാസത്തിൽ നിന്നും എല്ലപ്പറച്ചൽ തുടങ്ങിയത്. ഏഹേ എന്ന നിഷാദം. നിഷാദം എന്ന് പറഞ്ഞാൽ സപ്തസ്വരങ്ങളിൽ ഉച്ചസ്ഥായി ശബ്ദമാണ്. സപ്തസ്വരങ്ങൾക്ക് 7നും ഓരോ പേരുണ്ട്. ഷഡ്ജം, ഋഷഭം, ഗാന്ധാരം, മധ്യമം, പഞ്ചമം, ദൈവതം, നിഷാദം. നിഷാദം നീയാണ്. നിഷാദം. ആ നിഷാദം അട്ടഹാസത്തിൽ നിന്ന് മാറി വീട്ടിൽ അടുത്തിരുന്നപ്പോഴാണ് ഷഡ്ജം, ഒറ്റക്കമ്പീനാദം മാത്രം മൂളും. ദൈവത്തിൻ്റെ പ്രാർത്ഥനകൾ മന്ത്രങ്ങളായി മാറിയെന്നപ്പോഴാണ്. അട്ടഹാസത്തിലൂടെ ദൈവം കുടജാദ്രിയിൽ കുടികൊള്ളും മഹേശ്വരി ഗുണദായിനി എന്ന് വിളിച്ചാൽ മൂകാംബിക പാഞ്ഞു കുന്നുകയറും. അതിനു പകരം കുടജാദ്രിയിൽ കുടികൊള്ളും മഹേശ്വരി ഗുണദായിനി സർവശുഭകാരിണി. സംഗീതം. സൗപർണികാമൃത വീജികൾ പാടുന്നു നിൻ സഹസ്രനാമങ്ങൾ. ജഗദംബികേ മൂകാംബികേ. സംഗീതം. അതുകൊണ്ടാണ് നാദരൂപിണി എന്ന് വിളിക്കുന്നത്. എന്താ നാദം? കാട്ടാളന്മാർക്ക് നാദമുണ്ടായിരുന്നില്ല, ഒച്ചയേ ഉണ്ടായിരുന്നുള്ളൂ. അട്ടഹാസം, അലറൽ, വ്യാഘ്രശബ്ദം. ആ നമ്മുടെ ഉള്ളിലുള്ള വ്യാഘ്രത്തെ കീഴടക്കുമ്പോഴാണ് നമ്മൾ നാദമുണ്ടാക്കുന്നത്. അതാ പുലിപ്പുറത്തേറുന്ന വിഷ്ണുമൂർത്തിയും പുലിപ്പുറത്തേറുന്ന തെയ്യങ്ങളും ഉണ്ടാകുന്നത്. ആ പുലി മറ്റൊന്നുമല്ല, നമ്മുടെ ഉള്ളിലുള്ള മൃഗഭാവമാണ്. ഞാനൊരു ഉദാഹരണം പറയാം. അതിനൊരു കഥ. ഒരു കുട്ടിയെയും കൊണ്ട് ഒരാൾ നടന്നു പോവുക. കുട്ടി ഭയങ്കരമായ ഷാഢ്യവും കരച്ചിലും. അപ്പോൾ ഈ കുട്ടിയോട് ഇയാൾ അടങ്ങ് മാധവ എന്ന് പറഞ്ഞിട്ട് കുട്ടിക്ക് മിഠായി വാങ്ങിക്കൊടുത്തു. എന്നിട്ടും കുട്ടി കരച്ചിൽ നിർത്തുന്നില്ല. അപ്പോൾ വീണ്ടും അടങ്ങ് മാധവ എന്ന് പറഞ്ഞിട്ട് ഹോട്ടലിൽ നിന്ന് ചായയും കടിയും വാങ്ങിക്കൊടുത്തു. എന്നിട്ടും കുട്ടി കരച്ചിൽ നിർത്തുന്നില്ല. അപ്പോൾ വീണ്ടും അടങ്ങ് മാധവ എന്ന് പറഞ്ഞ് കളിപ്പാട്ടം വാങ്ങിക്കൊടുത്തു. എന്നിട്ടും എന്തൊക്കെ ചെയ്തിട്ടും കുട്ടി കരച്ചിൽ നിർത്തുന്നില്ല. അപ്പോഴെല്ലാം അടങ്ങ് മാധവ എന്നിങ്ങനെ പറഞ്ഞിട്ട് ഇയാൾ ഓരോന്ന് വാങ്ങിക്കൊടുക്കുക. അപ്പോൾ കൂടെ നടക്കുന്ന ഒരാൾക്ക് ഇത് കണ്ടിട്ട് ദേഷ്യം വന്നിട്ട് പറഞ്ഞു, നിങ്ങളൊരു വല്ലാത്ത ക്ഷമ തന്നെ, ഞാനങ്ങാനാണെങ്കിൽ ഇതിന് എന്തോ ചെയ്തു പോകും. എന്നിട്ട് കുട്ടിയോട് കൂടെ നടക്കുന്ന ആൾ തട്ടിക്കയറി, എന്താ മാധവ, എന്ത് വാങ്ങി തന്നിട്ട് നീ എന്താ മാധവ കരച്ചിൽ നിർത്താത്തത് എന്ന്. അപ്പോൾ അയാൾ പറഞ്ഞു, കുട്ടീൻ്റെ പേര് മാധവ എന്നല്ല, രാജേഷ് എന്നാണ്. കുട്ടീൻ്റെ പേരെന്താ? രാജേഷ്. പിന്നെ നിങ്ങൾ ആരോടാ ഈ അടങ്ങ് മാധവ എന്ന് പറയുന്നത്? അപ്പം അയാൾ പറയാം, മാധവൻ ഞാൻ തന്നെയാ, എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ എന്നോട് തന്നെ പറയുന്ന അടങ്ങ് മാധവ. മനസ്സിലായോ? ഭക്തിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം
അവനവൻ്റെ കാമക്രോധ ലോഭമോഹ മത മത്സര്യങ്ങളെ അടക്കുക എന്നതാണ്. അടക്കുക. ദൈവികതയിലേക്കുള്ള യാത്രയിൽ ഈ പ്രതിസന്ധികളുണ്ട്. PT ഉഷയുടെ ഓട്ടത്തിന് ഹർഡിൽസ് ഓട്ടം കണ്ടിട്ടില്ലേ? കടന്ന് കടന്ന് തുള്ളിയിട്ടുള്ള ഓട്ടമാണ്. അതുപോലെ ദൈവസന്നിധിയിൽ ശിവനെ കാണാൻ പോകുമ്പം 6 കറുത്ത പടവുകളുണ്ട്. ആ 6 കറുത്ത പടവുകളെ ചാടിക്കടന്നാലേ ഷടാധാര ചക്രത്തിന്റെ അപ്പുറത്തേക്കെത്തൂ. ആദ്യം കറുത്ത പടവുകൾ. പടിയാറും കടന്നവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാവും ശിവശംഭോ. ആ കറുത്ത പടവുകൾ ഒന്ന് കാമം. കാമം പണ്ടൊക്കെ കാമം കുറച്ച് വൈകിട്ടേ ഉണ്ടാവുകയും ഇപ്പം നേരത്തെയാ. എന്താണെന്നറിയോ? ഭക്ഷണത്തിൽ മാറ്റം വന്നു. പണ്ടെല്ലാം നമ്മൾ 10ാം ക്ലാസ്സിൽ എത്തുമ്പോഴാണ് ചെറിയ പ്രേമെല്ലാം വരിക. എന്നാലും പറയാൻ ധൈര്യമില്ല. ആരാദ്യം പറയും എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ടും പറയില്ല ഇങ്ങോട്ടും പറയില്ല. അവസാനം സെൻഡ് ഓഫ് ആയ ദിവസം ഒരു ഓട്ടോഗ്രാഫ് എത്തുന്നുണ്ട്. കടലിനെ മറന്നാലും കടൽ കരയെ മറന്നാലും ഞാൻ നിന്നെ മറക്കൂല എന്നല്ല എഴുതിയിട്ട് പിന്നെ പോയി. അന്ന് മൊബൈൽ ഫോണും ഇല്ല, വാട്സപ്പും ഇല്ല. പാള കീറിയും പോയി, മോര് മറിഞ്ഞും പോയി. ഇപ്പോൾ അവരെല്ലാം ഏടിയുണ്ട് എന്ന് അന്വേഷിച്ച് പുറപ്പെട്ടിട്ടുണ്ട്. വാട്സപ്പ് വന്നേരെ എല്ലാം പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങളോട് സംഗമങ്ങ. കാരണം അന്നെന്താ എങ്ങനെയാ ഹോർമോൺ ഉണ്ടാണ്ട്? ഉച്ചക്കെന്താ കറി? ചക്കക്കുരും വെള്ളരിക്കും ഓലൻ. രാത്രിയോ വെള്ളരിക്കും ചക്കക്കുരു ഓലൻ. ഇതിനെക്കൊണ്ട് എന്ത് ഹോർമോണാ? ഇന്ന് എത്രയാ ഭക്ഷണം, എത്രയാ ഇറച്ചി, എത്രയാ മീൻ, എത്രയാ തേങ്ങ, എത്രയാ വെളിച്ചെണ്ണ. ഇപ്പൊ 5ാം ക്ലാസ്സിലെ കുട്ടികൾ മല്ലികാബാണൻ തൻ്റെ വില്ലെടുക്കും, മന്ദാരമലർ കൊണ്ടു ശരം തൊടുക്കും. ഈ സമയത്ത് നമ്മുടെ ധാർമ്മികത നമ്മുടെ യുവാക്കളെ, നമ്മുടെ കുട്ടികളെ സമീപിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ കുട്ടികൾ അവർക്ക് തന്നെ പിടികിട്ടാത്ത കളി കളിക്കുന്ന കണ്ടിട്ടുണ്ടോ? ഈ കളി കളിക്കുന്നതിൻ്റെ പിന്നിലുള്ള മനഃശാസ്ത്രം ഞാനിപ്പോൾ പറഞ്ഞു തരാം. നമ്മളെല്ലാം കേട്ടൊരു കഥയുണ്ടല്ലോ, ആമയും മുയലും പന്തയം വെച്ച കഥ. അത് കേൾക്കാത്ത ലോകത്തൊരു സ്കൂളെ കുട്ടിയുമില്ല. മുയൽ കുതിച്ചോടി തിരിഞ്ഞു നോക്കുമ്പോൾ ആമ വളരെ പിറകില. നേരത്തെ അങ്ങ് എത്തിയിട്ട് എന്താ കാര്യം? അതുകൊണ്ട് എന്ത് ചെയ്തു? മുയൽ വിശ്രമിച്ചു, ഉറങ്ങിപ്പോയി. ഉറക്ക് തെളിയുമ്പോൾ ആമ പോയിട്ട് സമ്മാനം വാങ്ങി വരുന്നു. എന്നിട്ട് മാഷന്മാർ നമുക്ക് പറഞ്ഞു തന്നു, പരിശ്രമശാലികൾ വിജയിക്കും, അലസന്മാർ പരാജയപ്പെടും. കഥ അവിടെ തീർന്നില്ല. ഈ ആമ എന്താ മുയൽ എന്താണെന്നറിയണം. ആമ എന്നത് നമ്മുടെ ശരീരമാണ്, മെല്ലെ മെല്ലെ വളർന്നു വരുന്നതാണ്. നമ്മുടെ പുരാണ കഥകളെല്ലാം തന്നെ മൃഗങ്ങളും പക്ഷികളുമായി ബന്ധപ്പെട്ട് കിടക്കുക. ദശാവതാര കഥകൾ, മത്സ്യക്കൂർമ്മ വരാഹ നരസിംഹം അല്ലേ? ജീവൻ വെള്ളത്തിലാണ്ടായത്, അതാണ് മത്സ്യം. ദേവി കന്യാകുമാരി എന്ന് പറയുന്ന ഒരു സിനിമയുണ്ടായിരുന്നു പണ്ട്. അതിൽ മാധുരി പാടിയൊരു പാട്ടുണ്ട്, കണ്ണാ ആലില കണ്ണാ പാലാഴിത്തീരയിലൊഴുകും ആലില കണ്ണാ ഞാനൊരു കന്നിമുക്കുവ പെണ്ണ്, എൻ്റെ തോണിയിലെ പൊന്നു വേണോ പൊന്ന് എന്നുള്ള പാട്ടിൽ നീ പണ്ടൊരു പൂത്തിമിങ്കിലമായി. മത്സ്യാവതാരത്തെ പറ്റിയാ പറഞ്ഞത്. അതിൻ്റെ അടുത്ത വരിയും പറയുന്നുണ്ട്, മഴുവേന്തി വന്ന കേരളത്തിൽ വന്ന പരശുരാമൻ്റെ കഥ ആ പാട്ട് പറയുന്നുണ്ട്, കേട്ടിട്ടുണ്ടോ? നീ പണ്ടൊരു മുനി കുമാരനായി അന്ന് നിന്റെ വെൺമഴു പറന്നു വീണ് നീരാഴി. ഓർമ്മയില്ലേ? മത്സ്യം, കൂർമ്മം. ഈ കൂർമ്മം എന്ന് പറയുന്നത് നമ്മുടെ ശരീരമാമല്ലേ വളരൂ. ഒരു പശു പ്രസവിച്ച പശുക്കുട്ടി 1/2 മണിക്കൂർ കൊണ്ട് എഴുന്നേറ്റോടും. നിങ്ങളാരെങ്കിലും പറ്റിയിട്ട് 1/2 മണിക്കൂർ കൊണ്ട് ഓടിയാ? 6 മാസം കഴിഞ്ഞിട്ടില്ലേ ദോശ മറിച്ചിടാൻ, കമിഴ്ന്ന് കിടക്കാൻ? LKGയിൽ അംഗനവാടി പോകുമ്പോൾ 3 വയസ്സായിട്ടില്ലേ? 3ാമത്തെ വയസ്സിൽ പശു പ്രസവിച്ചിട്ട് ഒരു അമ്മയായിട്ടുണ്ടാവും. നമ്മളെ കുട്ടി കൊച്ചുമോളല്ലേ അല്ലേ? പല കുറി വീഴുമ്പോൾ നടക്കാൻ പഠിച്ചിട്ട് എത്ര കാലാവും? നമ്മുടെ ശരീരം ആമയെപ്പോലെ മെല്ലെ വളരുന്നു. പക്ഷെ മനസ്സോ, എന്നമ്മോ ഇന്നത്തെ കുട്ടികളെ ബുദ്ധി കണ്ടിട്ടുണ്ടോ നിങ്ങൾ? എന്തൊരു ബുദ്ധിയാ! നമ്മളെല്ലാം പഠിക്കുന്ന കാലത്ത് 600-ൽ 360 മാർക്ക് 60% കിട്ടിയ ഫസ്റ്റ് ക്ലാസ്സാ. ഇന്ന് കുട്ടികളോട് പറഞ്ഞു നോക്കിയാട്ടെ ഫസ്റ്റ് ക്ലാസ്സാ, എനിക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നു. കുട്ടികൾ പറയും പീറ് ആർക്ക് വേണോ? കാരണം ഫസ്റ്റ് ക്ലാസ് എന്ന് പറഞ്ഞാൽ 60% എന്ന് പറഞ്ഞാൽ A+ ഇല്ല, A ഇല്ല, B+ ഇല്ല, വെറും ബിയാ. വെറും ബി വാങ്ങുന്ന ഒറ്റ കുട്ടിയില്ല നമ്മൾ സ്കൂളിൽ. എന്തൊരു സ്പീഡാണ് അവരുടെ മനസ്സ്! എന്തെല്ലാം അവർ പഠിക്കുന്നത്! ChatGPTയുടെ കാലമാണ്. അവരായി സ്പീഡിൽ മുന്നോട്ട് പോവുക. മനസ്സ് മുയലിനെ പോലെ കുതിക്കുന്നു, പക്ഷെ ശരീരമോ ആമയെപ്പോലെ വളരുന്നു. പക്ഷെ ഒരു നിശ്ചിത പ്രായം എത്തുമ്പോണ്ടല്ലോ, കൈതപ്രം ദാമോദരൻ നമ്പൂതിരി എഴുതിയൊരു പാട്ടിൽ പറഞ്ഞതുപോലെ, ചെമ്പകപ്പൂ മുട്ടിനുള്ളിൽ വസന്തം വന്നു
കരളിലെ ഇളം കൊമ്പിൽ ചന്ദനക്കിളി അടക്കം ചൊല്ലും. അപ്പോൾ ഈ അടക്കം ചൊല്ലുമ്പോൾ മുയൽ ഉറങ്ങും, ആമ ഓവർടേക്ക് ചെയ്യും. എവിടുന്നെങ്കിലും ഒരു ചെക്കനൊന്ന് ചിരിച്ചു കാണിച്ചാൽ, ഒരു ചിരി കണ്ടാൽ അത് മതി, ഒരു മൊഴി കേട്ടാൽ അത് മതി, രണ്ടാഴ്ച ഉറക്കുണ്ടാവില്ല, പോയി. കാരണം പോകരുതെന്ന് പറയേണ്ട മനസ്സാകുന്ന മുയൽ പോറ്റി വലുതാക്കി അച്ഛനെയും അമ്മേനെയും മറന്നിട്ട് അവരെ കരയിച്ചിട്ട് പോകാൻ പാടില്ല മോളെ എന്ന് പറയേണ്ട മനസ്സില്ലേ, അതുറങ്ങി. അച്ഛൻ്റെ അമ്മയുടെ സ്നേഹവും മറ്റുള്ളവരുടെ സ്നേഹവും തമ്മിൽ അടിസ്ഥാനപരമായ വ്യത്യാസമുണ്ട്. മറ്റെല്ലാവരും നമ്മളെ കണ്ടതിന് ശേഷം സ്നേഹിച്ചവരാ. എന്നാൽ അച്ഛനമ്മമാർ നമ്മളെ സ്നേഹിച്ചത് എപ്പോഴാ? നമ്മൾ ജനിക്കുന്നതിന് 6-7 മാസം മുമ്പേ നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങിയവരാണ് അച്ഛനമ്മമാർ, അല്ലേ? ഇതെല്ലാം പറഞ്ഞു കൊടുക്കേണ്ട മുയൽ ഉറങ്ങി, ആമ പോയി. 1 കൊല്ലം കഴിയുമ്പോൾ ട്രോഫിയും വാങ്ങി വരും ആമ. ഒന്നിനെ എടുത്ത് വരൂലേ? ഉയ്യൻ്റെ അമ്മ ഓൻ കഞ്ചാവാന്നെല്ലാം പറഞ്ഞിട്ട്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മുടെ കുട്ടികളിൽ ഈ ഉള്ളിലുള്ള ഈ കാമമുണ്ടല്ലോ, ഈ ആമയെ, ആ ആമ മനസ്സാകുന്ന മുയലിനെ ഓവർടേക്ക് ചെയ്യാൻ അനുവദിക്കാതിരിക്കണം. പിടികിട്ടിയോ? അതുകൊണ്ട് ഈ വ്യാഘ്രം, കാമം, അതാണ് നമ്മുടെ എല്ലാ ചലനങ്ങളെയും നിയന്ത്രിക്കുന്നത്. അതിനെ കൺട്രോൾ ചെയ്യണം. നിന്റെ ശത്രു ആരാ? ശത്രു സംഹാര പൂജ നടത്തുന്നു അമ്പലത്തിൽ. എൻ്റെ എതിർ പാർട്ടിക്കാരൻ, എൻ്റെ എതിർ മതക്കാരൻ, എൻ്റെ ആലക്കക്കാരൻ ചത്തുപോട്ടെ എന്ന് വിചാരിച്ചിട്ട് ശത്രു സംഹാര പൂജ നടത്തുന്ന വിഡ്ഢികൾ അറിയണം, ആ ശത്രു എവിടെയാ? ശത്രു മമ ശത്രു വിനാശായാം സന്ധ്യാദീപം ഭജാമ്യഹം. എവിടെയാ ശത്രു? രാമായണത്തിൽ കൃത്യമായി പറയുന്നുണ്ട്, തത്ര കാമക്രോധ ലോപമോഹാദികൾ ശത്രുക്കളാകുന്നതെന്നുമറിയ നീ. എഴുത്തച്ഛൻ കൃത്യമായി പറയുന്നുണ്ട്. കാമം, ക്രോധം, വെറുതെ ദേഷ്യം വരിക, അല്ലേ? ക്രോധം യമനാണ് എന്നാ രാമായണത്ത് പറയുന്നത്. ക്രോധം നരകമാണ് എന്നാ രാമായണത്ത് പറയുന്നത്. ക്രോധത്തെ അടക്കണം. അതാണ് ക്രോധം. ലോഭം, ധൂർത്തടിക്കുന്നത്. ആവശ്യത്തിന് മാത്രമേ ചെലവഴിക്കാൻ നമുക്ക് അധികാരമുള്ളൂ. ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയ ചോറ് എനിക്ക് വേസ്റ്റായിട്ട് കുപ്പയിലേക്ക് വലിച്ചെറിയാൻ നിങ്ങൾക്ക് അധികാരമുണ്ടോ? ഇല്ല, അധികാരമില്ല. കാരണം എന്താ? ആ ചോറ് നിങ്ങൾ ഉണ്ടാക്കി, നിങ്ങൾ പൈസ കൊടുത്തതാ. ആ ചോറുണ്ടാക്കിയത് സൂര്യനാണ്, അതിൽ ഊർജം കൊടുത്തത് സൂര്യനാണ്. സൂര്യൻ്റെ ഊർജമാണ് പ്രകാശ സംശ്ലേഷണം നടത്തിയിട്ട് ഈ അരിമണികളായിട്ട് കൊണ്ടുപോയി വെക്കുന്നത്. ആ ചോറ് നട്ടത് ഏതോ കർഷകനാണ്, ആ ഞാറ് നട്ടത് ഏതോ തൊഴിലാളിയാണത് കൊയ്തെടുത്തത്, ഏതോ മില്ലിൽ നിന്നാണത് കുത്തിയത്, ഏതോ സ്ഥലത്തു നിന്നാണത് ഏതോ കച്ചവടക്കാരനാണ് വിറ്റത്. അവരെല്ലാം ചേർന്നിട്ടാണ് ഒരു അരിമണി ഉണ്ടാവുന്നത്. അത് വേസ്റ്റാക്കാൻ നിങ്ങൾക്ക് അധികാരമുണ്ടോ? വേസ്റ്റാക്കാതിരിക്കാൻ ഞാനൊരു സൂത്രം, മക്കള് ഭക്ഷണം വേസ്റ്റാക്കാതിരിക്കാൻ ഞാനൊരു സൂത്രം പറഞ്ഞുതരാം. അവർക്കൊരു ബിരിയാണി വാങ്ങി കൊടുത്താൽ മതി. ഇവിടുന്ന് ബിരിയാണി കിട്ടുക? കാഞ്ഞങ്ങാട് ടൗണിൽ ബിരിയാണി ഉണ്ട്. ഹോട്ടലിൽ പോയിട്ടല്ല. ഈ കാസർഗോഡ് കുറച്ചപ്പുറത്തൊരു സ്ഥലമുണ്ട്, ഏച്ചിക്കാനം എന്നാ അതിൻ്റെ സ്ഥലത്തിൻ്റെ പേര്. ഏച്ചിക്കാനം ഇല്ലേ? ഏച്ചിക്കാനത്തൊരു സന്തോഷം ഉണ്ടാക്കിയ ബിരിയാണി കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കുക. പിന്നെ കുട്ടികൾ ധൂർത്തടിക്കൂല. ആ ബിരിയാണി തിന്നവരാരും കൊണ്ടോ? സന്തോഷ് ഏച്ചിക്കാനത്തിൻ്റെ ബിരിയാണി കണ്ടവരാരും കൊണ്ടൊന്ന് കൈവയ്ക്കുക. 1, 2, 3, 4, 5, 6 ആൾ കണ്ടിട്ടുണ്ട്. അപ്പം സത്യമെന്ന് മനസ്സിലായില്ലേ? പ്രസിഡന്റും കണ്ടിട്ടുണ്ട്. അതൊരു കഥയാണ്. സന്തോഷ് ഏച്ചിക്കാനത്തിൻ്റെ ബിരിയാണി എന്ന് പറഞ്ഞൊരു കഥയാണ്. ഒരരിമണിയുടെ, ഒരു ബസുമതി അരിയുടെ മൂല്യം എന്തെന്ന് ഹൃദയം നൊന്ത് നമ്മൾ വായിക്കും. നമ്മുടെ കുട്ടികൾക്ക് വായിച്ചു കൊടുക്കൂ. നമ്മുടെ പുസ്തകങ്ങളിലാണ് നമ്മുടെ സംസ്കാരവും നമ്മുടെ ദൈവവിശ്വാസവും എല്ലാം ഉയർന്നത്. ഞാൻ കഴിഞ്ഞ ഒരു 2 മാസം മുമ്പേ ദുബായിൽ ഒരു പരിപാടിക്ക് പ്രസംഗിക്കാൻ പോയി. അവിടെ എല്ലാ രാജ്യക്കാരും വട്ടത്തിലിരിക്കുക, ഒരു പാർട്ടി നടക്കുക. അപ്പം ഞാനവിടെ ഹീറോ ആയി. അതിനൊരു കാരണമുണ്ട്. എൻ്റെ പ്രസംഗം കേട്ടിട്ടൊന്നുമല്ല, മലയാളത്തിലെ പ്രസംഗം കേട്ട് അവർക്കെന്ത് മനസ്സിലാവും? എൻ്റെ അറബികളും ഇംഗ്ലീഷുകാരെല്ലാം എന്നെ വളരെ കൗതുകത്തോടെ നോക്കുന്നത് ഞാൻ അവിടെ മുണ്ടെടുത്ത് നടന്നു. അവിടെ മലയാളികളുണ്ട്, മുണ്ടല്ല ആത്തുന്നേ കൊടുക്കും, പുറത്തുനിന്ന് റോഡുമില്ലാത്തുമ്പോൾ മുണ്ടെടുക്കില്ല. ഞാൻ മുണ്ടെടുത്തിട്ട് റോഡുകളാണ്. അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എൻ്റെ മുണ്ടിനെ ഒന്നിച്ച് സെൽഫിയിലുണ്ട്. അതിനേക്കാൾ അവർക്ക് ഇഷ്ടപ്പെട്ടത് ഞാൻ കുളിക്കാൻ പോകുമ്പോൾ മുണ്ട് മാറ്റുന്നത് കണ്ടിട്ടാണ്. കുളിക്കാൻ അടുത്ത സ്വിമ്മിംഗ് പൂളിൽ കുളിക്കാൻ ഇറങ്ങുമ്പോൾ മുണ്ട് മാറ്റുന്ന കണ്ടിട്ട് അവർ വളരെ കൗതുകത്തോട് നോക്കുക. എന്താ സാങ്കേതിക വിദ്യ അവർക്ക് അറിയില്ല. അവരൊന്ന് അയച്ചിട്ടിട്ടേ വേറെ ഒന്ന് ഉടുക്കൂ. എന്നാൽ ഉടുക്കലും അയക്കലും ഒരേ സമയത്ത് ചെയ്യുന്ന സാങ്കേതിക വിദ്യ മലയാളിക്ക് മാത്രമേ അറിയൂ. നമ്മൾ തോർത്തങ്ങ് ചുറ്റി മുണ്ട് ചൊട്ടി വലിക്കലില്ലേ? തോർത്ത് ചുറ്റി പിടിച്ചിട്ട് മുണ്ട് ചൊട്ടി വലിക്കലും ഉടുക്കലും അയക്കലും ഒരേ സമയത്ത് ചെയ്യുന്നത് അവർ വളരെ കൗതുകത്തോടെ.
ഞാൻ കേരളത്തിൽ നിന്നാണെന്ന് പറഞ്ഞപ്പോൾ ഒരു കാനഡക്കാരൻ പറഞ്ഞത് 2 കാര്യങ്ങളാണ്. ഓ, യു ആർ ഫ്രം കേരള? അതെ. ദി ലാൻഡ് ഓഫ് കഥകളി, കഥകളിയുടെ നാട്. അയാൾ 2 ലക്ഷം റുപ്യ വിമാന ടിക്കറ്റിന് ചെലവഴിച്ചിട്ട് എല്ലാ കൊല്ലവും കോട്ടക്കൽ കഥകളി കാണാൻ വരും. എല്ലാ കൊല്ലവും. നമ്മളത്ര ആൾ കണ്ട് ഫ്രീ ആയിട്ട് കളിച്ചാൽ കാണൂല. 2ാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞത് വായനയ്ക്ക് വേണ്ടി 1 മാസം നീക്കി വെച്ചിരിക്കുന്നു മലയാളികൾ. 1 മാസം വായനയ്ക്ക്. നമ്മളെ കർക്കിടക മാസത്തിലെ രാമായണ പാരായണ അയാൾ അറിഞ്ഞത് 1 മാസം എല്ലാവരും വായിക്കാൻ വേണ്ടി മെനക്കെടുന്നതെന്നാ. നമ്മുടെ സത്യം നമുക്കറിയാലോ. കർക്കിടകം 31-ാം തീയതി ഇത്യധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ യുദ്ധകാണ്ഡം സമാപ്തം എന്ന് പറഞ്ഞ് പൂട്ടിയ പിന്നെ അടുത്ത 11 മാസം ഒരക്ഷരം വായിക്കാത്തവരാണെന്ന്. നമ്മൾ പുസ്തകങ്ങളിൽ നിന്ന് അകന്നുപോയതാണ്. അമ്പലങ്ങൾ വളരുമ്പോൾ ആനുപാതികമായി പുസ്തകങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് കയറിയിട്ടില്ലെങ്കിൽ ഇതിനെ കൊണ്ട് കാര്യമില്ല. രണ്ടും ഒരുമിച്ച് വളരണം. ആന്തരികമായ ധാർമ്മികതയും ബാഹ്യമായ ക്ഷേത്രങ്ങളും ഒരുമിച്ച് വളരുന്നില്ലെങ്കിൽ അതിനെ കൊണ്ട് ഭക്തി കൊണ്ട് കാര്യമില്ല. അതുകൊണ്ടാണ് നമ്മുടെ ഉത്സവങ്ങൾ ഗംഭീരം, ക്ഷേത്രങ്ങൾ ഗംഭീരം. ഞാൻ അത്ഭുതപ്പെട്ടു പോയി ഇവിടെ വന്നിട്ട്. അത്ഭുതപ്പെടാൻ കാരണം ഗുരുവായൂർ അമ്പലത്തിലില്ല ഇത്രയും സ്പേസ് ചുറ്റമ്പലത്തിൽ. എന്തൊരു മനോഹരമായ ക്ഷേത്രമാണ്, എത്ര വലിപ്പമാണിതിന്. അമ്പലങ്ങളെല്ലാം ഗംഭീരമാകുന്നു, ഉത്സവങ്ങളോ അതിഗംഭീരമാകുന്നു, വിഗ്രഹങ്ങൾ ഗംഭീരമാകുന്നു, എല്ലാ വീട്ടിലും പൂജാമുറികളുണ്ട്. പക്ഷെ സംസ്കാരം വളരാത്തതെന്തേ? നന്മ വളരാത്തതെന്തേ? സ്നേഹം വളരാത്തതെന്തേ? കരുണ വളരാത്തതെന്തേ? കരുണ. ശ്രീനാരായണ ഗുരു ദൈവത്തെ വിളിച്ച ഏറ്റവും മനോഹരമായൊരു വാക്ക് കരുണാകര എന്നാണ്. ഒരു പീഡയുറുമ്പിനും വരാതെ വണ്ണം എന്നെ കാത്തുരക്ഷിക്കൂ കരുണാകര. കരുണയാണ് പ്രധാനം. കരുണയാണ് മനുഷ്യന്റെ പ്രത്യേകത. ആ കരുണ വളരാത്തത്, ധർമ്മം വളരാത്തത്, സ്നേഹം വളരാത്തത് എന്തേ? നമ്മുടെ കുട്ടികളെല്ലാം നമ്മൾ പുരാണങ്ങളിൽ രാക്ഷസന്മാരെ പറ്റി കേട്ടിട്ടുണ്ട്. ചോര കുടിക്കുന്ന രാക്ഷസന്മാര്. എന്നാൽ ചോര കുടിക്കുന്ന രാക്ഷസന്മാരെക്കാൾ വലിയ രാക്ഷസന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. നിങ്ങൾ ജനുവരി 1-ന് പുതുവർഷ ആഘോഷത്തിന്റെ ഭാഗമായി DJ പാട്ട് വെച്ച് തുള്ളിയ കുട്ടികളുടെ പാട്ട് കേട്ടിട്ടുണ്ടോ? കുംഭകർണം കുടിക്കാത്ത വെള്ളം കുടിക്കാനാണ് അവർ പറഞ്ഞത്. കുംഭകർണം ചോര കുടിച്ചിട്ടുണ്ട്, പക്ഷെ കട്ട ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡാ സർബത്ത് കുടിച്ചിട്ടില്ല. ഇല്ലുമിനാട്ടി. പുതിയ പാട്ടാ കുട്ടികളുടെ പാട്ട്. എന്തൊരു ഭീകരതയാ! കട്ട ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡാ സർബത്ത്, ഇല്ലുമിനാട്ടി. പേന കത്തി കൊണ്ട് ആദ്യാക്ഷരം ഹരിശ്രീ കുറിച്ചവന് നിന്നെ പടച്ചവന് 10-ൽ 10 മാർക്ക്. ഈ പാട്ട് പാടിയിട്ട് മിഞ്ഞാന്ന് പൂവച്ചൽ സ്കൂളിൽ +1-കാരും +2-കാരെ കുത്തി. ആസ്പത്രിയിലുള്ള തമ്മാമ കുത്തി. ഈ പാട്ടാ. പേന കത്തി കൊണ്ട് വിദ്യാരംഭം കുറിച്ചു. മാതാപിതാക്കളെ മാപ്പ്, ഇനി അങ്ങോട്ട് തന്നിഷ്ടക്കൂത്ത്, ഉന്നം മറന്നൊരു പോക്ക്, ഗുണപാഠങ്ങൾ മതിയാക്ക്, ഇതെൻ പാത എൻ അധികാരം, വഴിതെറ്റാനും ഉണ്ടവകാശം, തനി നിറമെടു തണിയണ നെഞ്ചേ കാട്ടു തോന്നിയാസം. ആവേശ സിനിമയിലെ പാട്ടാ. ഉണ്ണി മുകുന്ദൻ്റെ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്, എൻ്റെ അമ്മേ. അത് കണ്ടിട്ടുണ്ടെങ്കിലല്ല, എന്തൊരു ഭീകരതയാണമ്മോ, എന്തൊരു ഭീകരതയാണ്. പച്ചച്ചോരയും കഴുത്തറപ്പും കാണാൻ വേണ്ടിയിട്ട് ടാക്കീസിലേക്ക് കുട്ടികൾ അടിച്ചു കയറുന്നു. എന്തോ ഒരു ഭീകരതയുടെ ലക്ഷണമല്ലേ ഇത്? നന്മയുടെ സ്നേഹത്തിന്റെ സിനിമകൾ കാണാൻ ആര് കാണുന്നു? തന്ത വൈബ് എന്ന് പറഞ്ഞ് കുട്ടികൾ തള്ളിക്കളയുന്നു. കൊല്ലുന്നതും ആക്രമിക്കുന്നതും കുത്തിക്കീറുന്നതും കാണാൻ കുട്ടികൾ അടിച്ചു കയറുന്നു. എവിടെയോ നമ്മുടെ അമ്പലങ്ങൾ വളരുന്നു, നമ്മുടെ ഉത്സവങ്ങൾ വളരുന്നു, നമ്മുടെ കുട്ടികളുടെ ഉള്ളിലോ വ്യാഘ്രം വളരുന്നു. പുലിയെ കീഴടക്കിയ ദൈവമാണ് വേണ്ടത്, പുലിയല്ല. നമ്മുടെ ഉള്ളിലെ പുലിയല്ല വേണ്ടത്. പുലി അടക്കുന്ന മനുഷ്യനാവണം. അതിനെ അടക്കാൻ കഴിയണം. അടങ്ങ് മാധവ എന്ന് പറയാൻ പറ്റണം. പറ്റുന്നില്ല. എവിടെയാ? വായനയില്ല, പുസ്തകമില്ല. പുസ്തകമുണ്ട് ഇഷ്ടം പോലെ, ലക്ഷക്കണക്കിന് പുസ്തകങ്ങളുണ്ട്, കോടിക്കണക്കിന് പുസ്തകങ്ങളുണ്ട്. പക്ഷേ വായിക്കില്ല. വായിക്കാതിരിക്കാൻ, കുട്ടികൾ വായിക്കാതിരിക്കാൻ കാരണം എന്താ? ഞാൻ തെളിവ് തരാം. കുട്ടികൾ പുസ്തകം വായിക്കാത്തതിന്റെ കാരണം, കല്യാണത്തിന് ശേഷം, വിവാഹത്തിന് ശേഷം ഒരു 5 പുസ്തകം വായിച്ചാൽ എത്ര ആളുകൾ 2, 3. അപ്പൊ കുട്ടികൾ വായിക്കാതിരിക്കാൻ കാരണം മനസ്സിലായോ? നിങ്ങൾ വായിക്കില്ല. പിന്നീട് കുട്ടികൾ വായിക്കുക. നിങ്ങളെ കണ്ടിട്ടല്ലേ കുട്ടികൾ പഠിക്കുന്നത്? മരണം വരെ വികസിപ്പിക്കേണ്ടതാണ് മനുഷ്യന്റെ മനസ്സും സംസ്കാരവും എന്ന ധാരണയില്ല. നമ്മളെ ധാരണ ജോലി കിട്ടിയാൽ പിന്നെ വായനയില്ല. മാഷന്മാർ വരെ വായിക്കുന്നില്ല പലരും. മാഷന്മാർ വരെ ജോലി കിട്ടിയാൽ പിന്നെ പുസ്തകം വായിക്കുന്നില്ല.
ഈ പുസ്തകങ്ങൾ എന്ന രാമായണവും മഹാഭാരതവും ഭാഗവതവും അഷ്ടാദശ പുരാണങ്ങളിലൂടെയാണ് നമുക്ക് ദൈവത്തെ കിട്ടിയത്. ഈ ദൈവങ്ങളുടെ എല്ലാം തോറ്റങ്ങൾ എഴുതി വെച്ചപ്പോൾ അത് പുസ്തകമാണ്, അത് സാഹിത്യമാണ്. ആ സാഹിത്യമാണ് തെയ്യങ്ങളുടെ അടിത്തറ. തോറ്റത്തെ ആരും മൈൻഡ് ചെയ്യുന്നില്ല. നമ്മൾ തെയ്യം ഇറങ്ങിയാൽ മാത്രമേ കാണുന്നുള്ളൂ തോറ്റം പാട്ടുകൾ. ആ തോറ്റത്തെ പറ്റി അറിയണ്ടേ? അതുകൊണ്ട് നമ്മുടെ സംസ്കാരത്തെ ദൈവവിശ്വാസത്തിൻ്റെ വികാസത്തിന് ആനുപാതികമായി സംസ്കാരം വളരണം. അങ്ങനെ വളരുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള വ്യാഘ്രത്തെ അടക്കണം. കാമക്രോധം ലോഭം ധൂർത്തടിക്കുന്നു. മതം അഹന്തയാണ്. ഈ അഹന്ത എവിടുന്നാ ഉൽപ്പാദിപ്പിക്കുന്നത്? നമ്മുടെ വീട്ടിലുള്ള ചർച്ചകൾ എന്താ? വീട്ടിൽ വട്ടത്തിൽ ഇരിക്കാറുണ്ടോ? വട്ടത്തിലിരുന്നിട്ട് എന്താ ചർച്ച? റോഡിലൂടെ ആരാ പോകുന്ന? ബഷീർ മഹാവൃത്തിയോട്ടവനാ. കോയിനക്കുട്ടി അതിലും മോശ. സബാസ്റ്റ്യൻ ഒന്നിനും കൊള്ളില്ല. പഞ്ചായത്ത് മെമ്പർ ഒരു ചുക്കിനും കൊള്ളില്ല. പ്രസിഡന്റ് മഹാബദ്ധോ. MLA പോക്കാണ്. മന്ത്രിമാരെല്ലാം പോക്കാണ്. മുഖ്യമന്ത്രി ഭീകരനാണ്. പ്രധാനമന്ത്രി അതിലും ഭീകരനാണ്. ലോകത്തിൽ സകലയാളും മോശ. ഒരാളെ ഉള്ളൂ ലോകത്ത് നല്ല. അതാരാ? ഞാൻ മാത്രം. ഈ ചർച്ചകളാണ് നമ്മുടെ വീടുകളിൽ നിന്ന് കുട്ടികൾക്ക് ഒരു മനോഭാവം ഉണ്ടാക്കുന്നത്. എന്താ അത്? ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. ഞാൻ മാത്രം ശരി, നിങ്ങളൊന്നും ശരിയല്ല. ഈ മനോഭാവത്തിലേക്ക് നമ്മളെ കുട്ടികൾ പോകുന്നത് കൊണ്ട്, ഈ മനോഭാവം കൊണ്ട് ചൂരൽമലയിലും മുണ്ടക്കയിലുള്ള ഉരുൾപൊട്ടലിൽ 400-ന് മേലെ ആളുകളാണ് മരിച്ചത്. എന്നാൽ ഈ മനോഭാവം കൊണ്ട് കഴിഞ്ഞ ഒരു കൊല്ലം 1000 ആളുകൾ മരിച്ച ദുരന്തം കേരളത്തിലുണ്ടായ അറിയോ നിങ്ങൾ? ആർക്കും ഓർമ്മയുണ്ടോ? നമുക്കറിയാത്തത് ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാ ദുരന്തം, ഹോൾസെയിലായിട്ടല്ല. കഴിഞ്ഞ ഒരു കൊല്ലം 2024 കേരളത്തിലെ റോഡ് അപകടങ്ങളിൽ മരിച്ചത് 1200 ആളാ. അറിയോ? 1200 ആളുകൾ. എങ്ങനെയാ മരിച്ചത്? വണ്ടീൻ്റെ ബ്രേക്ക് ഫെയിലായിട്ടല്ല. നല്ല ബ്രേക്കായി ഇപ്പോൾ വണ്ടിക്ക്. ഗിയർ സ്റ്റക്കായിട്ടല്ല, ഗിയർ ബോക്സ് സ്റ്റക്കായിട്ടല്ല, ക്ലച്ച് വർക്ക് ചെയ്യായിട്ടല്ല. ഇതിൽ ഓടിക്കുന്ന വണ്ടിയിലെ ഡ്രൈവർമാരുടെ അഹന്തയും അശ്രദ്ധയും കൊണ്ടാണ് ഈ റോഡ് അപകടങ്ങൾ മുഴുവൻ ഉണ്ടായത്. ഈ റോഡ് എൻ്റെ തറവാട്ട് മുതലാ. ഈ അഹന്ത, ഈ മതം പരിഹരിക്കുക. എല്ലാ വണ്ടീൻ്റെ മുമ്പിലും ദൈവമേ കാത്തു രക്ഷിക്കണേ ചിത്രം ഉണ്ടാവും, ബോർഡ് ഉണ്ടാവും. പക്ഷേ ഈ ഡ്രൈവറുടെ ഉള്ളിൽ ദൈവം ഇല്ല. ഓടിക്കുന്നവൻ്റെ ഈ റോഡിൽ എൻ്റെ തറവാടാ എന്ന് പറയുന്നു. നിങ്ങളറിയോ ഈ 1200 ആൾ മരിച്ചതിൽ, അതിൻ്റെ ഞാൻ സ്റ്റാറ്റസ് എടുത്തു നോക്കി, 78 ആൾ മരിക്കാൻ കാരണം എതിരെ വന്ന വണ്ടി ഡിമ്മ് കൊടുക്കാഞ്ഞിട്ട് ഇവൻ കണ്ണ് കാണാഞ്ഞിട്ട് എവിടെയും കൊണ്ട് അടിച്ചിട്ടാ. ഒരു ഡിമ്മ് കൊടുക്കാൻ മനസ്സില്ലാത്ത ഭീകരന്മാരാണ് നമ്മുടെ റോഡിൽ വണ്ടി ഓടിക്കുന്ന ചെറുപ്പക്കാരധികവും. വലിയ LED ബൾബ് പിടിപ്പിച്ചിട്ട് എതിരെ വരുന്നവനെല്ലാം ഭീകരമായി. നമ്മുടെ ജനാധിപത്യം ടോർച്ച് വന്നതോടുകൂടി, ലൈറ്റ് വന്നതോടുകൂടി പോയതറിയോ നിങ്ങൾ? ഈ ഏകാധിപത്യത്തിൻ്റെ വെളിച്ചമാണ് ടോർച്ച്. ജനാധിപത്യത്തിൻ്റെ ഒരു വെളിച്ചം ഉണ്ടായിരുന്നു. ആ വെളിച്ചം ഓലച്ചൂട്ടായിരുന്നു. ഓലച്ചൂട്ടിൻ്റെ പ്രത്യേകത എന്താ? കെട്ടുപോയാൽ ആളിക്കത്തും, ആളിക്കത്തുമ്പോൾ കെട്ടുപോകുന്ന പണ്ടത്തെ കടങ്കഥയുണ്ട്. ഞാനൊരു സ്കൂളിൽ പോയി ചോദിച്ചപ്പോൾ ഓലച്ചൂട്ടുന്ന മറുപടി കുട്ടികൾ ചോദിച്ചു എന്താ സാധനം, അവർ കണ്ടിട്ടില്ല. കെട്ടുപോയാൽ ഓലച്ചൂട്ടിൻ്റെ കെട്ടങ്ങ് പോയാൽ ആളിക്കത്തുമല്ലോ. ആളിക്കത്തുമ്പോൾ അതിൻ്റെ ഇപ്പുറത്തെ കെട്ട് പോകുമല്ലോ. അതാ കെട്ടുപോയാൽ ആളിക്കത്തും, ആളിക്കത്തുമ്പോൾ കെട്ടുപോകും. ഓലച്ചൂട്ടിൻ്റെ പ്രത്യേകത അത് വീശി കത്തിക്കുമ്പോൾ എന്നെയും കാണാം, നിങ്ങളെയും കാണാം. എന്നെയും കാണാം, നിങ്ങളെയും കാണാം. ടോർച്ചിൻ്റെ പ്രത്യേകത എന്നെ മാത്രം കാണൂല, നിങ്ങളെ മാത്രമേ കാണൂ. നിങ്ങളുടെ കണ്ണിലേക്ക് അടിക്കും ഞാൻ. അഹന്തയുടെ പ്രതീകമാണ് ടോർച്ച്. അതാണ് നമ്മുടെ കാറിൻ്റെ ലൈറ്റ്. ഈ അഹന്ത അടക്കാനുള്ള മനസ്സില്ലാത്ത കൊണ്ട് ഡിമ്മ് കൊടുക്കാത്തത്. മനസ്സിലായോ? ആ ഡിമ്മ് കൊടുക്കാത്ത കൊണ്ട് 87 ആൾ മരിച്ചു. 87 ആളെ കൊന്നു ഈ അഹന്ത കൊണ്ട്. ഈ ദൈവവിശ്വാസം വളരുമ്പോൾ അഹന്ത തടയണ്ടേ? മതം തടയണം. കാമക്രോധ ലോഭ മോഹം കണ്ടതെല്ലാം എനിക്ക് വേണം. നമ്മൾ ചെലവഴിക്കുന്നത് മുഴുവൻ നമ്മുടെ ആവശ്യത്തിനല്ലല്ലോ. നമ്മുടെ ആവശ്യത്തിനാണോ ചെലവഴിക്കുന്നത്? നമ്മൾ ടൗണിൽ സാധനം വാങ്ങാൻ പോകുന്നത് ഒരു സാധനം വീട്ടിലില്ല, അത് വാങ്ങണമെന്ന് വിചാരിച്ചിട്ടല്ല. വെറുതെ ഷോപ്പിങ്ങിന് പോവുക. ആടെ കണ്ടിട്ട് നമ്മളെ മോഹിപ്പിക്കും, എന്നിട്ട് നമ്മൾ വാങ്ങുക. എന്നല്ലാതെ ഇന്നത് വേണമെന്ന് വിചാരിച്ചിട്ടല്ല ഷോപ്പിങ്ങിന് പോകുന്നത്. അവന് കാറുണ്ട്, എനിക്ക് ബൈക്കേ ഉള്ളൂ, അപ്പോൾ എനിക്ക് കാറ് വേണം. ഞാൻ കാറ് വാങ്ങുമ്പോൾ അവൻ്റെ കാർ 5 ആൾ പോകുന്ന 7 ആൾ പോകുന്ന കാറായി, അപ്പോൾ എനിക്ക് ഇന്നോവ വേണം. അവൻ ഇന്നോവ വാങ്ങുമ്പോൾക്ക്, ഞാൻ ഇന്നോവ വാങ്ങുമ്പോൾക്ക് അവൻ ഇലക്ട്രിക് കാറാക്കി, എനിക്ക് ഇലക്ട്രിക് വേണം. മോഹമാണ്. ഈ മോഹം
എത്ര മനോഹരമായിട്ട് ജ്ഞാനപ്പാനയിൽ നമ്മൾ മോഹത്തെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. ആശയാകുന്ന പാശമതിങ്കേന്ന് വേർപിടാതെ കരയേറുന്നു മേൽക്കുമേൽ, എന്നിട്ടോ ചത്തുപോകുന്നു പാവം. ഉണ്ണിയുണ്ടായിട്ട് അതിലൊരു ഉണ്ണി ഉണ്ടാകണമെന്ന് മോഹിച്ചിട്ടെങ്ങനെ ഓരോന്ന് ചിന്തിച്ചിരിക്കവേ ചത്തുപോകുന്നു പാവം ശിവശിവ. അല്ലേ? 10 കിട്ടുകിൽ 100 മതിയെന്നും, ശതമാകിൽ സഹസ്രം മതിയെന്നും, 1000 പണം കയ്യിലുണ്ടാകുമ്പോൾ അയുധമാകിൽ ആശ്ചര്യമെന്നതും. ആശയായുള്ള പാശം, അതിൻ്റെ പിറകെ പോവുക, നമ്മൾ മറന്നു പോവുക. ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ ഒരു സത്തുള്ളത് കൊണ്ടാണ് നിൽക്കുന്നത്. ഈ സത്തിനെ പുഷ്ടിപ്പെടുത്താൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? എന്താ ഈ സത്ത്? ഉള്ളിലൊരു സത്തുണ്ടല്ലോ. ഈ സത്തില്ലെങ്കിൽ നമ്മൾ ആരും കൂടെ വന്നിരിക്കുമോ? ഇപ്പോൾ ഘോഷയാത്രക്ക് പുറപ്പെടാൻ വേണ്ടി എല്ലാം കുളിച്ച് റെഡിയായി നിന്നേരോ ഒരാളങ്ങ് പോയി, ആൾ മരിച്ചുപോയി. അപ്പോൾ ഏതായാലും പുറപ്പെട്ടല്ലേ, നമുക്ക് കസേരമേൽ എടുത്തിട്ട് ആടെ കൊണ്ടേ വെക്കാൻ ഇങ്ങോട്ട് കയറ്റുമോ? ഇല്ല. ഈ സത്തുള്ളത് കൊണ്ടാണ് നമ്മുടെ ഈ ശരീരം അസത്താ. 100 കൊല്ലം കഴിഞ്ഞാൽ ഇടിയിരിക്കുന്ന ആളെല്ലാം തലയടി ഉണ്ടാവും. 100 കൊല്ലം കഴിഞ്ഞാൽ എല്ലാവരും തലയടി ഉണ്ടാവും. ഇടിയെന്ന് ആർക്കറിയല്ലേ? തിലകം ചാർത്തി ചികിയുമഴകായി പല നാൾ പോറ്റിയ പുണ്യശിരസേ, ഉലകം വെല്ലാനുഴറിയ നീയും വില പിടിയാതൊരു തലയോടാവൂലേ? ഈ സത്യമറിയാനുള്ളൊരു വിദ്യാലയത്തിൽ പഠിക്കാനാണ് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. അമ്പലം ആത്മവിദ്യാലയമേ. ആ വിദ്യാലയത്തിൽ പോകാനുള്ള സ്കൂൾ ബസ് ഏതാ? മാനസ സഞ്ചരരേ ബ്രഹ്മണി മാനസ സഞ്ചരരേ. മനസ്സുകൊണ്ട് യാത്ര ചെയ്യൂ, ശരീരം കൊണ്ട് യാത്ര ചെയ്താൽ പോരാ. ആ സത്തിനോട് ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് ആ തലയിലെ മുടിക്ക് സൗന്ദര്യം. തലയിലെ മുടിയെ വർണ്ണിച്ചുകൊണ്ട് തിക്കുറിശി എഴുതിയൊരു സിനിമാ പാട്ടുണ്ട്, കേട്ടിട്ടുണ്ടോ? കാർ കൂന്തൽ കെട്ടിനെന്തിനു വാസന തൈലം, നിന്റെ വാർ നെറ്റിത്തടത്തിനെന്തിനു സിന്ദൂരത്തിലകം. ഭാര്യൻ്റെ മുടി നിനക്ക് അതിന് കോയലൊന്നും പറ്റണ്ട, നല്ല മുയിങ്ങുമണമൊന്നുമില്ല, നല്ല സുഗന്ധം ഉണ്ടമ്മാന്ന്. ഭാര്യക്കത് കേട്ടപ്പോൾ പെണ്ണുങ്ങൾക്ക് ഉണ്ടാക്കിയ ഭക്ഷണം നല്ല ടേസ്റ്റ് ഉണ്ടെന്നും തലയിലെ മുടി നല്ല സ്റ്റൈലുണ്ടെന്നും കേട്ടാൽ പിന്നെന്താ വേണ്ട? സ്പെഷ്യൽ ഒരു ബിരിയാണി ഉണ്ടാക്കി കൊടുത്തു ഭർത്താവിന്. ഭർത്താവ് അത് ടേസ്റ്റോടെ ഭാര്യ തിന്നുമ്പോൾ നേരത്തെ വർണ്ണിച്ചതാ ഒന്ന് ഈ ബിരിയാണിന്ന് വലിയെന്ന്. അതെടുത്തിട്ട് കാർ കൂന്തൽ കെട്ടിനെന്തിനെന്ന് പറയോ? ഈ സത്തിൽ നിന്ന് വേർപെട്ടാൽ ഇത് അസത്താണ്. നമ്മൾ ഓമനിച്ച് വളർത്തിയ നഖം മുറിച്ചു മാറ്റിയിട്ട് ആരെങ്കിലും സൂക്ഷിച്ചു വെക്കാറുണ്ടോ? അസത്താണ്. മുറിച്ചു മാറ്റിയാൽ വായക്കകത്തുള്ള ഉമിനീര് ഭക്ഷണത്തിൻ്റെ കൂട്ടത്തിൽ ചവച്ചരച്ച് വയറ്റിലേക്ക് വിഴുകുന്ന പുണ്യജലമാ. പക്ഷെ വായക്ക് പുറത്തു വന്നാൽ അത് അസത്താണ്. ഉള്ളിലൊരു സത്തുണ്ട്, ആ സത്തിനാണ് പ്രാധാന്യം. ആ സത്ത് പോയാൽ തീർന്നു. ഇത് തമിഴന്മാർക്കറിയാം, മലയാളിക്കറിയില്ല. അതുകൊണ്ട് അവർ മരിച്ചുപോയി എന്നതിന് തമിഴന്മാർ പറയും, ഓ കടവുളേ സത്ത് പോയാച്ച് എന്ന് പറയും. അവരതാ സത്ത്, നമ്മളത് ചത്തുപോയി എന്നാക്കി. അതാ പറ്റിയേ. യഥാർത്ഥത്തിൽ സത്ത് പോയി. ആ സത്തിലേക്കുള്ള പ്രയാണം അതാണ് അസതോമാ സദ്ഗമയ. പിടികിട്ടിയോ? ഉള്ളിലുള്ള വെളിച്ചം നിറക്കൂ. മതം മത്സര്യം, മറ്റവനേക്കാൾ കൂടുതൽ വേണമെന്ന മത്സര്യം. ഈ കാമക്രോധ ലോപമോഹ മത മത്സര്യങ്ങളാണ് നമ്മുടെ അസത്തിലേക്ക്, നമ്മളെ സത്തിൽ നിന്ന് അസത്തിലേക്ക് നയിക്കുന്നത്. ഭാരത തത്വശാസ്ത്രം പറഞ്ഞത് അസതോമാ സദ്ഗമയ, അസത്തിൽ നിന്ന് സത്യത്തിലേക്കുള്ള. ഉള്ളിൽ വെളിച്ചം നിറക്കൂ. ഭാരതത്തിലെ ആദ്യത്തെ പ്രാർത്ഥന എന്താ? പ്രാർത്ഥന ദൈവമേ എനിക്കൊരുപാട് സ്ഥലം വേണേ, എനിക്ക് ലോട്ടറി അടിപ്പിക്കണമെന്നൊന്നും അല്ല. ഭാരതത്തിൽ ആദ്യം പ്രാർത്ഥിച്ചത് ആരെയാണെന്നറിയാവോ? ആ പ്രാർത്ഥനയുടെ കാലത്ത് വിഷ്ണു ഇല്ല, ശിവനില്ല, ഈ ദൈവങ്ങളൊന്നുമില്ല. വേദങ്ങളുടെ മൂലമന്ത്രം സൂര്യനെന്നൊറ്റ ദൈവമാണ്. സൂര്യഗായത്രിയാണ് ആദ്യത്തെ പ്രാർത്ഥന. അതിനെക്കുറിച്ച് ഒരു സിനിമാ ഗാനം ഉണ്ടല്ലോ, സൂര്യഗായത്രിയെ കുറിച്ചിട്ട്. മനസ്സാകുന്ന പത്മതീർത്ഥത്തെ ഉണർത്താൻ പത്മതീർത്ഥമേ ഉണരൂ, മാനസ പത്മതീർത്ഥമേ ഉണരൂ, അഗ്നിരഥത്തിലുദിക്കുമുഷസ്സിൻ അർഘ്യം നൽകൂ, ഗന്ധർവസ്വര ഗംഗയൊഴുകൂ, ഗായത്രികൾ പാടൂ. ഓം സത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. എന്താ ഇതിൻ്റെ അർത്ഥം? ധീ എന്ന് പറഞ്ഞാൽ ബുദ്ധി. ബുദ്ധിയെ പ്രചോദിപ്പിക്കുന്ന പ്രകാശമേ വന്നാലും
ഈ പ്രകാശത്തെ നിങ്ങൾ വീട്ടിൽ കാണാറുണ്ടോ? നിങ്ങളുടെ വീട്ടിൽ പൂജാമുറി ഉണ്ടാകും. 250 ഉറുപ്പ്യക്ക് റോഡ് സൈഡിൽ നിന്ന് വെച്ചുണ്ടാക്കിയ ഗണപതിനെയും ശ്രീകൃഷ്ണനെയും കൊണ്ട് യാത്ര വെച്ചിട്ടുണ്ടാവും. അവിടെ പൂജ നടത്തും. പക്ഷേ യഥാർത്ഥ സൂര്യൻ പുറത്തുണ്ട്, യഥാർത്ഥ ദൈവം പുറത്ത് എഴുന്നള്ളുമ്പോൾ നിങ്ങൾ മൈൻഡ് ചെയ്യുന്നില്ല. വാതിൽ അടച്ചു കൂട്ടിയിരിക്കുന്നു. വാതിൽ തുറക്കുമോ? രാവിലെ എഴുന്നേറ്റിട്ട് ഈ പ്രഭാതത്തെ സ്വീകരിക്കുമോ? 3 പ്രാക്കളെ കണി കാണുമോ? നമ്മളെ കുട്ടികൾ ക്ലോസറ്റല്ലേ കണി കാണുന്നത്? വാതിൽ തുറന്നിട്ട് 3 പ്രാക്കളെ കണി കാണണ്ടേ? പ്രകാശത്തെയും പ്രഭാതത്തെയും പ്രകൃതിയെയും കാണിക്കാണ്ടേ? അവിടെ മുറ്റത്തിറങ്ങാറുണ്ടോ? ഈ സൂര്യനെ നോക്കാറുണ്ടോ? ആ സൂര്യനോട് പ്രിയതമേ പ്രഭാതമേ, വിരിഞ്ഞു നിന്നെ നോക്കിടുന്ന പൂവുകൾ കുദാരശോഭ ചൊരിയുവാനൊരുങ്ങി വരും വൈഭവ പ്രഭാവമേ, നീ വരാതിരിക്കുകിൽ വിടരുകില്ല പൂവുകൾ, വിടരുകില്ല മുട്ടുകൾ, പ്രണയമില്ല പ്രളയമില്ല, പ്രാണനില്ല പ്രാണിയില്ല, നീ വരാതിരിക്കുകിൽ എന്നൊരു കവിത അയ്യപ്പ പണിക്കരുടെ ഒരു കവിത ചൊല്ലുവോ? ഉഷസേ നീ എന്നെ വിളിക്കുകില്ലെങ്കിൽ ഒരിക്കലും ഞാൻ ഉണരുകില്ല എന്നൊരു പാട്ട് പാടുവോ? മുറ്റത്ത് വിരിഞ്ഞിരിക്കുന്ന പൂക്കളെ കാട്ടിക്കൊടുക്കുവോ? പൂവും ദൈവവും പരസ്പരം അഭേദ്യമായ ബന്ധമുണ്ട്. പൂക്കളിലാണ് ദൈവത്തിൻ്റെ സൗന്ദര്യം. എല്ലാ ദൈവങ്ങൾക്കും ഇഷ്ടം പുഷ്പാർച്ചനയാണ്. എല്ലാ തെയ്യങ്ങൾക്കും പുഷ്പങ്ങൾ വേണം അലങ്കരിക്കാൻ. പുഷ്പമില്ലാതെ നമുക്ക് ഈശ്വര വിശ്വാസമില്ല. പക്ഷെ പുഷ്പത്തെ നമ്മൾ ആസ്വദിക്കാൻ കുട്ടികളെയും കൂട്ടി പോകാറുണ്ടോ? ആ പുഷ്പത്തിൽ വന്നിരിക്കുന്ന പൂമ്പാറ്റകളെ കാണാറുണ്ടോ? മുറ്റത്ത് വളർന്നിരിക്കുന്ന പുൽക്കൊടിത്തുമ്പിന്റെ മൂർധാവിലെ മഞ്ഞുതുള്ളിയിൽ സൂര്യകിരണങ്ങൾ തട്ടുമ്പോൾ ആ മഞ്ഞുതുള്ളികൾ ചുവന്നു വരുന്നത് നോക്കിയിട്ട് അവിടെ ദൈവത്തിന്റെ അത്ഭുതം കാട്ടിക്കൊടുക്കാറുണ്ടോ? ഉഷാകിരണങ്ങൾ പുൽകി പുൽകി തുഷാരബിന്ദുവിൻ വദനം ചുവന്നു, പകലിൻ മാറിൽ ദിനകരകരങ്ങൾ പവിഴമാലികകൾ അണിഞ്ഞു. ഒരു പാട്ട് പാടാറുണ്ടോ? ഇതൊന്നും ഇല്ലാതെ തിന്ന വെക്കുക, വിളമ്പുക, തിന്നുക, ഉണ്ണുക, ഉറങ്ങുക, ഉണ്ണിയുണ്ടാക്കുക, വിസർജിക്കുക, ഈ പണി മാത്രം എടുത്ത മനുഷ്യരാവുന്നു നിങ്ങളോട് ആരാ പറഞ്ഞത്? ഇല്ല. മനുഷ്യർക്ക് ആർദ്രത വേണം. പ്രകൃതിയും മനുഷ്യനും ദൈവവും പരസ്പര പൂരിതമാണ്. ആ പ്രകൃതിയോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ദൈവവിശ്വാസം ലോകത്ത് ഈ മലബാറിലെ തെയ്യങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. പ്രകൃതിയോട് ഒത്തുചേരുകയാണ്. ജർമ്മനിയിലെ സൗന്ദര്യശാസ്ത്രത്തെ പറ്റി ഏറ്റവും പ്രഗത്ഭമായ പുസ്തകം എഴുതിയ എഡ്വിൻ റോബർട്ട്, അദ്ദേഹം KK മാരാരുടെ കൂടെ ഈ മലബാറിലെ തെയ്യങ്ങൾ കാണാൻ വന്നിട്ട് അദ്ദേഹം പത്രസമ്മേളനം നടത്തി ഇവിടെ ഹേഗിൽ വെച്ചിട്ട്. ഞാൻ ഇന്ത്യയിലെ കേരളത്തിലെ തെയ്യങ്ങൾ കാണുന്നതിന് മുമ്പ് ഈ പുസ്തകം എഴുതിയത് കൊണ്ട് എൻ്റെ പുസ്തകം അപൂർണമാണ്. പരിസ്ഥിതി സൗന്ദര്യശാസ്ത്രത്തിൻ്റെ മൂർത്തിമത് ഭാവമാണ് മലബാറിലെ തെയ്യക്കോലങ്ങളെന്ന് അദ്ദേഹം പറഞ്ഞു. നമ്മൾ ആ കലയാണോ ആസ്വദിക്കുന്നത്? എന്തെല്ലാം കലയുണ്ട് നമ്മുടെ തെയ്യത്തിൽ, എന്തെല്ലാം ഉണ്ട്. സംഗീതമില്ലേ? സംഗീതം തോറ്റം മാത്രമല്ല, ചീനിയില്ലേ? വാദ്യമില്ലേ? ഇല്ലേ? നൃത്തമില്ലേ? താണ്ഡവത്തിൻ്റെ ലാസ്യത്തിൻ്റെ ഭാവങ്ങളില്ലേ? ആ താണ്ഡവവും ലാസ്യവും ചേരുമ്പോൾ താളം ഉണ്ടാവുന്നില്ലേ? ചതുർവിധാഭിനയങ്ങളില്ലേ? ചതുർവിധാഭിനയങ്ങൾ ആംഗികം, വാചികം, ആഹാര്യം, സാത്വികം. ആംഗികം, വാചികം, സാത്വികം, ആഹാര്യം, ചതുർവിധാഭ്യങ്ങൾ. ആംഗികം മുദ്രകൾ, എൻ്റെ ഘടകാട്ടില്ലെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൈകൊണ്ട് മുദ്രകൾ കാണിക്കുന്നു. മുദ്രകൾ കാണിക്കുന്നില്ലേ? ആംഗികം. വാചികം, അനുഗ്രഹം നേരിട്ട് അനുഗ്രഹം തരുന്ന ഒരു ദൈവം ലോകത്ത് വേറെ ഏതാള്? ബാക്കി ഏത് അമ്പലത്തിലും പള്ളിയിൽ പോയാൽ കണ്ടിട്ടുണ്ടാവുമായിരിക്കും, കേട്ടിട്ടുണ്ടാവുമായിരിക്കും, ഉറപ്പില്ല. മറുപടി വരുന്ന കാണുന്ന കാണികൾക്കും കേൾക്കുന്ന കർണത്തിനോ ഓമനക്കും സ്തുതിക്കും ഒക്കെയായി കുട്ടിച്ചാത്ത കൂടെ ഉണ്ടാട്ടോ എന്ന് മറുപടി തരുന്ന ഒരു ദൈവം ലോകത്ത് വേറെ എവിടെയുണ്ട്? വാചികമുണ്ട്, സാത്വിക മുഖഭാവങ്ങളുടെ അഭിനയം. ഞങ്ങളുടെ നാട്ടിൽ അണ്ടലൂർ കാവിലെ ഉത്സവത്തിന് ബപ്പൂരം തെയ്യം കണ്ടിട്ടുണ്ടോ? ബാലി തെയ്യം. രാമനോടുള്ള ചോദ്യം ചെയ്യൽ മുഴുവൻ മുഖഭാവങ്ങൾ കൊണ്ട് അഭിനയിക്കുന്നത് അത്ഭുതമാണത്. അത്ഭുതമാണ്. എന്തിനാ രാമ എന്നെ കൊന്നത് എന്ന ചോദ്യമുണ്ട്. അതാണ് സാത്വിക മുഖഭാവങ്ങൾ. അടുത്തത് ആഹാര്യം. തെയ്യത്തിൻ്റെ ആഹാര്യം എന്താ? വേഷഭൂഷാദികൾ. അതിനേക്കാൾ കവച്ചു വെക്കാൻ ലോകത്തൊരു കലയ്ക്കും കഴിയില്ല. എത്ര മോഡൽ ശാരീരിക ഈ ആഭരണങ്ങളാണ്, എത്ര അണിയലുകളാണ്, എന്തെല്ലാം നല്ല കൊരലാരങ്ങളാണ്. കൊരലാരറിയാവോ? കൊരലെന്ന് പറഞ്ഞാൽ വേളയും കൊരലും. കൊരലെന്ന് പറഞ്ഞാൽ ഈ കഴുത്ത്, ഇവിടെ താഴ്ത്തുന്ന കൊരലാരം
കേട്ടിട്ടുണ്ടോ? മഴമുകിലൊളിവർണ്ണൻ ഗോപാലകൃഷ്ണൻ കുടമുല്ല കൊണ്ടൊരു കൊരലാരം കെട്ടി. മനസ്സിലായോ? മിന്നും പൊന്നിൻ കിരീടം തരിവള കടകം കാഞ്ചി പൂഞ്ചേലയൊക്കെ വിഷ്ണുവിനല്ല, നമ്മുടെ തെയ്യങ്ങൾക്കാണ്. അതിൻ്റെ ചിത്രം മുഖത്ത് തെയ്യം കെട്ടുന്നത് വരെ പണിക്കറി അല്ലെങ്കിൽ കെട്ടുന്ന ആള് കോലധാരി പ്രായമായിട്ട് കവിളൽ ഒട്ടിയിട്ട് പുകയൽ തണ്ട് പോലുള്ള മനുഷ്യനായിരിക്കും. പക്ഷേ ഇത് വരച്ചിട്ട് ഇറങ്ങുമ്പോഴേക്ക് എന്തൊരു സൗന്ദര്യമാണ്! അത് മുഖത്തിലെ ചിത്രമെഴുത്തിൻ്റെ സൗന്ദര്യമാണ്. അപ്പൊ എത്ര കലയാണ്! ഈ കലകളുടെ സമന്വയ കേന്ദ്രമല്ലേ? ഇതിലൂടെ നിങ്ങൾ ആർജിക്കേണ്ട കഴിവെന്താണ്? കലയിലൂടെ ആർദ്രത. ഹൃദയം ദ്രവീകരിക്കണം, ആർദ്രതയുണ്ടാവണം. ഇറച്ചി കാണുമ്പം, മീന് കാണുമ്പോൾ, തിന്നാനുള്ള സാധനം കാണുമ്പം, ബേക്കറി കാണുമ്പം മാത്രം താല്പര്യവും, പൂവിനെ കാണുമ്പം, പൂമ്പാറ്റയെ കാണുമ്പോൾ, പുഴയെ കാണുമ്പോൾ ഒരു താല്പര്യവും ഇല്ലാത്ത പുതിയ കുട്ടികൾ ടൂർ പോകുമ്പോൾ കണ്ടിട്ടുണ്ടോ? വഴിയോര കാഴ്ചകൾ ഒന്നും നോക്കൂല, ബസ് ഒന്ന് തുള്ളുക, എന്നിട്ട് തിന്നാൻ എന്താ കിട്ടുക നോക്കുക. ഒരൊറ്റ എണ്ണം വഴിയോര കാഴ്ച കാണുന്നില്ല. ആർദ്രത കുറഞ്ഞ പ്രശ്നം, ആർദ്രതയാ ഇല്ല. അതുകൊണ്ട് നമ്മുടെ ഈ ക്ഷേത്രത്തിൽ ഈ കാവുകൾ, ഇത്രയും കാവുകളുള്ള നാട്ടിൽ പ്രകൃതിയോട് പ്രളയജലത്തിൽ ഉയർന്നു വന്ന 3 പ്രതിഭാസങ്ങളുണ്ട്. ആ പ്രതിഭാസങ്ങൾ ഉപനിഷത്ത് സങ്കല്പമാണ്. അതിനെ കൂട്ടിച്ചേർക്കുന്നതാണ് പ്രകൃതിയും ഈശ്വരനും മനുഷ്യനും. പുലിയും ദൈവവും മനുഷ്യനും ചേരുന്നതാണ് ഈ കാവ്. പ്രളയപയോധിയിൽ ഉറങ്ങിയുണർന്നൊരു പ്രഭാമയൂഖമേ കാലമേ, പ്രകൃതിയും ഈശ്വരനും ഞാനും നിന്റെ പ്രതിരൂപങ്ങളല്ലേ. കേട്ടില്ലേ? പ്രകൃതിയും ഈശ്വരനും മനുഷ്യനും കാലത്തിൻ്റെ പ്രതിരൂപങ്ങളാണ്. ഇതിനെ 3നെയും കൂട്ടിച്ചേർക്കുമ്പോഴാണ് മാനവികത ഉയരുന്നത്, മനുഷ്യത്വം ഉയരുന്നത്. അതാണ് ഈ കാവുകൾ നമ്മളോട് പറയുന്നത്. ഈ പുലിയന്നൂർ കാവുകൾ, പുലിത്തെയ്യങ്ങൾ, ഭൂതം കഴിഞ്ഞുപോയ കാലഘട്ടം. ഭൂതം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞുപോയ കാലഘട്ടം. ജാനുസ് ദേവതയുടെ തല പിറകോട്ട് പോകുന്നു. എവിടെ നിന്നോ വന്നു ഞാൻ എന്നറിയുന്നവർക്ക് എവിടേക്കോ പോണു ഞാൻ എന്ന തിരിച്ചറിവുണ്ടാവും.